ആവേശകരമായ നിരവധി കാര്യങ്ങൾ സംഭവിച്ച IPL സീസണാണ് 2025-ലേത്. ചരിത്രത്തിൽ ഇതുവരെ കപ്പ് നേടാത്ത രണ്ട് ടീമുകൾ ഫൈനലിലെത്തി. RCB കപ്പ് നേടി. യുവതാരങ്ങൾ സൂപ്പർ താരങ്ങളായി മാറി. 14-കാരനായ താരം സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ അവാർഡ് നേടി. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇത്തവണ സംഭവിച്ചു. ചില അൺക്യാപ്ഡ് താരങ്ങളുടെ ഉയർച്ചയും ഈ സീസണിൽ ചർച്ചയായി. ഇത്തരത്തിൽ ഫോമിലെത്തിയ അൺക്യാപ്ഡ് താരങ്ങളെ വെച്ച് ഒരു ടീം 11 സെറ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാകും? ടീമിൽ ആരൊക്കെ അംഗങ്ങളാകുമെന്ന് നോക്കാം. രാജസ്ഥാൻ റോയൽസ് താരം വൈഭവ് സൂര്യവംശിയും പഞ്ചാബ് കിങ്സ് താരം പ്രിയാൻഷ് ആര്യയുമാണ് ടീമിലെ ഓപ്പണർമാർ. 23-കാരനായ പ്രിയാൻഷ് ആര്യ ഇത്തവണ 17 മത്സരങ്ങളിൽ നിന്ന് 475 റൺസ് നേടി. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 42 പന്തിൽ 103 റൺസ് നേടിയതാണ് പ്രിയാൻഷ് ആര്യയുടെ ഏറ്റവും മികച്ച പ്രകടനം. അരങ്ങേറ്റ സീസണിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന അൺക്യാപ്ഡ് താരമായി പ്രിയാൻഷ് ആര്യ മാറുകയും ചെയ്തു. 14 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി 7 മത്സരങ്ങളാണ് രാജസ്ഥാൻ റോയൽസിനായി ഈ സീസണിൽ കളിച്ചത്. 206.55 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അതിവേഗ സെഞ്ചുറി നേടി ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചു. പവർ ഹിറ്റിംഗ് കരുത്തുള്ള താരം IPL കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ടോപ്പ് ആൻഡ് മിഡിൽ ഓർഡറിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രഭ്സിമ്രാൻ സിംഗ്, നേഹൽ വധേര, ആയുഷ് ബദോനി, ശശാങ്ക് സിംഗ് എന്നിവർ ടീമിലെത്തും. 24-കാരനായ പ്രഭ്സിമ്രാൻ സിംഗ് 17 മത്സരങ്ങളിൽ നിന്ന് 549 റൺസാണ് സ്കോർ ചെയ്തത്. 4 അർദ്ധ സെഞ്ചുറികൾ നേടി എന്നതാണ് താരത്തിൻ്റെ പ്രകടനത്തിലെ ഹൈലൈറ്റ്. പഞ്ചാബ് ഫൈനലിലെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും ഈ താരം തന്നെയാണ്. നേഹൽ വധേര പഞ്ചാബ് നിരയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ മറ്റൊരു താരമാണ്. 24 വയസ്സ് പ്രായമുള്ള നേഹൽ വധേര 16 മത്സരങ്ങളിൽ നിന്ന് 369 റൺസ് നേടി. 2 അർദ്ധ സെഞ്ചുറികൾ നേടിയ താരത്തിൻ്റെ ഡെത്ത് ഓവർ സ്ട്രൈക്ക് റേറ്റ് 188.20 ആണ്. പഞ്ചാബ് നിരയിൽ വധേര ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ് നടത്തിയത്. അടുത്തതായി ലക്നൗ സൂപ്പർ ജയൻസ് താരം ആയുഷ് ബദോനിയാണ്. 148.19 സ്ട്രൈക്ക് റേറ്റിൽ 14 മത്സരങ്ങളിൽ നിന്ന് 329 റൺസ് നേടിയ ആയുഷിന് 25 വയസ്സ് പ്രായമാണ് ഉള്ളത്. ലക്നൗ ബാറ്റിംഗ് നിരയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചു. മധ്യനിരയിലെ അവസാന കണ്ണിയായി പഞ്ചാബ് കിങ്സ് താരം ശശാങ്ക് സിംഗിനെയും ഉൾപ്പെടുത്താം. 33 വയസ്സ് പ്രായമുണ്ടെങ്കിലും ഇതുവരെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കാൻ ശശാങ്ക് സിംഗിന് കഴിഞ്ഞിട്ടില്ല. സീസണിൽ 17 മത്സരങ്ങളിൽ നിന്ന് താരം 350 റൺസ് നേടി. IPL ഫൈനലിൽ RCBക്കെതിരെ 30 പന്തിൽ 61 റൺസ് നേടി പൊരുതി നിന്നത് ശശാങ്ക് സിംഗ് ആണ്. ലോവർ ഓർഡറിൽ മുംബൈ ഇന്ത്യൻസ് താരം നമൻദിറും ഓൾറൗണ്ടറായി ഡൽഹിയുടെ വിപ്രാജ് സിംഗും ടീമിലെ അംഗങ്ങളാകും. 25-കാരനായ നമൻദിർ 16 മത്സരങ്ങളിൽ നിന്ന് 252 റൺസാണ് സ്കോർ ചെയ്തത്. 182.60 താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. 12 ഇന്നിങ്സുകളിൽ നിന്ന് 13 സിക്സുകളും താരം പറത്തി. 20 വയസ്സ് മാത്രം പ്രായമുള്ള വിപ്രാജ് സിംഗ് 14 മത്സരങ്ങളിൽ നിന്ന് 142 റൺസും 11 വിക്കറ്റുകളും സ്വന്തമാക്കി. മികച്ച സ്ട്രൈക്ക് റേറ്റും താരത്തിന് സ്വന്തമാണ്. ബോളിംഗ് യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ലക്നൗ താരം ദിഗ്വേഷ് രാത്തി, RCB താരം സുയാഷ് ശർമ്മ, മുംബൈ ഇന്ത്യൻസ് താരം അശ്വിനി കുമാർ, കൊൽക്കത്ത താരം വൈഭവ് അറോറ എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദിഗ്വേഷ് 13 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റുകളും സുയാഷ് ശർമ്മ 14 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റുകളും വീഴ്ത്തി. രണ്ടുപേരുടെയും ഇക്കണോമി മികച്ചതാണ്. അശ്വിനി കുമാറിൻ്റെ ഇക്കണോമി 11-ന് മുകളിലാണെങ്കിലും 7 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റുകൾ വീഴ്ത്താൻ താരത്തിന് കഴിഞ്ഞു. കൊൽക്കത്തക്കായി സീസണിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ വൈഭവ് അറോറ 12 മത്സരങ്ങളിൽ നിന്ന് 17 വിക്കറ്റുകളാണ് ഇത്തവണ വീഴ്ത്തിയത്.